സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ സുമിത്രയുടെ ഇൻഫ്ലുവൻസ് നമ്മുടെ ഹേമയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. ഹേമ വഴി ജയമോഹൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നുവെങ്കിലും മകൾ ചെയ്ത തെറ്റുകൾ അങ്ങനെ പെട്ടെന്നൊന്നും പൊറുക്കാനോ മറക്കാനോ പറ്റുന്നില്ല. അപ്പോൾ ഹേമ പറയുന്നുണ്ട്, നമ്മുടെ മകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നേയില്ല. ആ കൺമണിയും കൃഷും സന്തോഷിച്ച് പലയിടത്തും കറങ്ങി നടക്കുന്ന സമയത്ത് നമ്മുടെ മകൾ അവിടെ സഹതടവുകാരുടെ അടിയും ഇടിയും മേടിച്ച് അവിടെ കഴിയുന്നു. അവൾക്ക് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ എന്നുള്ള രൂപത്തിനൊക്കെ സംസാരിച്ച് വെക്കുമ്പം നമ്മുടെ ജയമോഹൻ്റെ മനസ്സും അല്പം മാറി തുടങ്ങുന്നുണ്ട്. അത് മുഖം കണ്ടാൽ അറിയാം. അപ്പം സുമിത്രയാണെങ്കിൽ ഹേമയെ കണ്ട് എന്തായി തീരുമാനങ്ങളെന്ന് അറിയാൻ വരുന്നുണ്ട്. അതായത് മാനസയെ പുറത്തിറക്കാൻ ജയമോഹനും ഹേമയും തയ്യാറായി കഴിഞ്ഞോ, അതിനുള്ള നീക്കങ്ങൾ തുടങ്ങിയോ എന്നറിയാൻ വരുന്ന സമയത്ത് ഹേമ പറയുന്നുണ്ട്, ജയമോഹൻ്റെ മനസ്സ് ഇപ്പോഴും അങ്ങനെ പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. അത് സാരമില്ലെന്നും ബലരാമനുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചതിന് ശേഷം മകളുടെ വിവാഹം നടക്കുന്നു എന്നുള്ള കാര്യം അറിയുമ്പോഴത്തേക്കും ജയമോഹൻ്റെ പരാതിയും പരിഭവവും ഒക്കെ മാറിക്കോളൂ എന്നുള്ള ഒരു സമാധാന വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ശേഷം അച്ഛൻ്റെ അമ്മയുടെ മാറ്റം അറിയിക്കാൻ സുമിത്രയാണെങ്കിൽ മാനസയെ ജയിലിൽ പോയി കാണുകയും ചെയ്യുന്നു. ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നടപ്പാക്കിയിരിക്കുമെന്നും നിൻ്റെയും ബലരാമൻ്റെയും വിവാഹം അധികം താമസിക്കാതെ തന്നെ നടത്തിയിരിക്കുമെന്നും സാഗർ കുടുംബത്തിൽ നിന്നെ എത്തിക്കുന്നതിലൂടെ എൻ്റെ മനസ്സിലെ പ്രതികാരം വീട്ടിയിരിക്കും എന്നൊക്കെ സുമിത്ര പറയുന്നത് കേട്ടിട്ട് മാനസയാണെങ്കിൽ എല്ലാ സപ്പോർട്ടും പിന്തുണയും കൊടുക്കുന്നു. മാത്രമല്ല മാനസയ്ക്ക് ഒരു ആശ്വാസമൊക്കെ ആകുന്നു. ഇത്രയും നാൾ തന്നെ ആരും പുറത്തിറക്കാൻ വരത്തില്ലെന്നും ഈ ജയിലിനകത്ത് 10-20 കൊല്ലം അകത്ത് കിടക്കേണ്ടി വരും എന്നുള്ളൊരു ടെൻഷനിലായിരുന്നു പുള്ളിക്കാരി. ഇപ്പോൾ സുമിത്ര സപ്പോർട്ടുന്ന രൂപത്തിൽ വരുന്നെന്ന് മാത്രമല്ല തൻ്റെ വിവാഹകാര്യവും താൻ ഉദ്ദേശിച്ച, അതായത് കൺമണിയും കൃഷ്ണനെയും തകർക്കാൻ സാഗർ കുടുംബത്തിൽ കയറേണ്ടത് തൻ്റെയും കൂടി ആവശ്യമാണ്. അത് നടപ്പാക്കാനും കൂടിയാണ് വന്നിരിക്കുന്നത്. ഇൻ്റർവ്യൂവിനിടയ്ക്ക് സാഗറും സുജിയും എല്ലാവരും നമ്മുടെ കൺമണി ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് കേട്ടിട്ട് ആൻറ്റിയമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. സാഗറാണെങ്കിൽ പറയുന്നുണ്ട്, കൺമണിയെ എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് കിട്ടുന്നത് കൺമണിയുടെ ഭാഗ്യമല്ല, മറിച്ച് എൻ്റെ മകൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അവരങ്ങ് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആൻറ്റിയമ്മ തൻ്റെ പ്രതിഷേധം അറിയിക്കുന്നു. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ കൺമണി എന്ന് പറയുന്നവളെ നിങ്ങൾ തലയിൽ കയറ്റി വെക്കുന്നതിൻ്റെ ഭവിഷ്യത്ത് അധികം താമസിക്കാതെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അത് കേട്ട് കൃപയ്ക്കാണെങ്കിൽ ദേഷ്യത്തോടെ ആൻറ്റിയമ്മയെ ചോദ്യം ചെയ്യുന്നുണ്ട്. കൺമണിയെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആൻറ്റിയമ്മ ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ വേണ്ട, ഞങ്ങൾക്ക് വ്യക്തമായിട്ട് കൺമണിയെ അറിയാമെന്നും ആൻറ്റിയമ്മ പറഞ്ഞാൽ ഞങ്ങളുടെ മനസ്സൊന്നും മാറാൻ പോകുന്നില്ല എന്നുള്ള രൂപത്തിനൊക്കെ സംസാരിക്കുന്ന സമയത്ത് ആൻറ്റിയമ്മ ആകെ തകർന്ന് ഒരു കൺമണി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് പ്രൊമോയിൽ. നമ്മുടെ ഗോകുലിൻ്റെ അമ്മ ധനലക്ഷ്മി ആണെങ്കിൽ പഴയ ആളെ അല്ല, ആളാകെ മാറി. താൻ ആരെയാണ് ഇത്രയും നാൾ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നത് അവരെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അമ്മായിമാരോടും കൺമണിയോടും ധനലക്ഷ്മി കാണിക്കുന്ന സ്നേഹം അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കൺമണിക്കും ശ്രീനിവാസനൊക്കെ. കൺമണിയാണെങ്കിൽ ധനലക്ഷ്മി വന്ന് സംസാരിച്ച് പോയതിന് ശേഷം ശ്രീനിവാസനോട് പറയുന്നുണ്ട്, എന്തായാലും ഈ മാറ്റം അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല, നമ്മുടെ ഒരു ശ്രദ്ധ തീർച്ചയായിട്ടും വേണമെന്നും ഇനി എന്തുദ്ദേശിച്ചാണ് ഇങ്ങനെ വന്ന് നാടകം കളിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല എന്നുള്ള രൂപത്തിനൊക്കെ സംസാരിക്കുന്നു. എന്തായാലും നമ്മുടെ ആൻറ്റിയമ്മ മാക്സിമം സുജിയുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നുവെങ്കിലും സുജി ഇപ്പോൾ കൺമണിയുടെ ഏറ്റവും അടുത്ത ആളായതുകൊണ്ട് തന്നെ ഒന്നും സാധിക്കുന്നില്ല. ഇതിനെല്ലാം ഇടയ്ക്ക് ആരും അറിയാതെ നമ്മുടെ ഭാഗ്യശ്രീയും ബലരാമനും പെടാപ്പാട് പെടുവാണെന്ന് തന്നെ പറയാം. ബലരാമനാണെങ്കിൽ എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടണം, തനിക്ക് രക്ഷപ്പെടുന്നതിനേക്കാളും ഭാഗ്യശ്രീയെ ആരെങ്കിലും രക്ഷപ്പെടുത്തി എങ്ങനെയെങ്കിലും ഈ താവളത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുവെങ്കിലും ഒന്നും നടക്കുന്നില്ല. നമ്മുടെ മീര വഴി കൃഷി അറിഞ്ഞ് കൃഷി രക്ഷപ്പെടുത്താൻ വരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ദിവസങ്ങൾ വൈകുന്നത് കൊണ്ട് ആ പ്രതീക്ഷ നഷ്ടമായി. ബലരാമൻ സ്വയം എണീക്കാനൊക്കെ ശ്രമിക്കുന്നു. പക്ഷേ സ്റ്റിച്ചാണെങ്കിൽ ചൊവ്വിന് ഉണങ്ങിയിട്ടില്ലാത്തത് കൊണ്ട് മുറിവിൻ്റെ വേദന കാരണം വേദന കൊണ്ട് പൊളഞ്ഞ് ബലരാമൻ എണീക്കാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ താഴെ വീഴുന്നു. ഓടിച്ചെന്ന് ഭാഗ്യശ്രീ താങ്ങി പിടിച്ച് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. അപ്പോൾ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. അധികം താമസിക്കാതെ നമ്മുടെ ബലരാമനെ എല്ലാവരും കൂടി ചേർന്ന് രക്ഷപ്പെടുത്തിയാൽ മതിയായിരുന്നു. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ കൂട്ടുകാരെ.